നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ ഇനി മുതൽ ടെലിഗ്രാമിൽ സജീവമാവുകയാണ്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി മുതൽ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ പല വ്യക്തികളെയുമാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എന്നിരുന്നാൽ യൂട്യൂബിൽ ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഞാനിവിടെ ഗൂഗിൾ ഹാങ് ഔട്ട് വഴി ജോയിൻ ചെയ്യുന്നു. നിങ്ങളുടെ മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വിഷയം ടെലിഗ്രാം വേഴ്സസ് വാട്സപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ടെലിഗ്രാം ഉപയോഗിക്കുന്ന വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ ലൈവ് സ്ട്രീമിങ്ങിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലൈവായി യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മൊബൈൽ ഫോൺ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നമ്മുടെ ഇന്നത്തെ വിഷയം മൊബൈൽ ഫോൺ എങ്ങനെ ഫാസ്റ്റായി ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും ഐഫോണുകളും എല്ലാം ഫാസ്റ്റായി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ബേസിക് ആൻഡ്രോയിഡ് ഫോണിലാണ് എന്നുണ്ടെങ്കിൽ വയർലെസ് ചാർജറിനേക്കാൾ ഉപരി വാൾ ചാർജറുകൾ ഉപയോഗിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മൊബൈൽ ഫോൺ സാധാരണ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ടോ USB കേബിൾ വഴി നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോൺ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുന്നതല്ല. അതിന് കാരണം നമ്മുടെ USB പോർട്ടിൽ നിന്ന് വരുന്ന പവർ നമ്മുടെ മൊബൈൽ ചാർജിങ്ങിന് എഫക്റ്റീവ് ആകാത്ത കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ചാർജ് ആകും, വളരെ സ്ലോ രീതിയിലായിരിക്കും ചാർജ് ആകുന്നതെന്ന് അർത്ഥം. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാ മൊബൈൽ ഫോണിലുള്ള ഒരു ഓപ്ഷനാണ് എയർപ്ലെയിൻ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഫോൺ ഇനേബിൾ ചെയ്ത് കൊണ്ടിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകും. അതിന് കാരണം ഈ ഒരു സമയത്ത് നമ്മൾക്ക് യാതൊരുവിധ കോളുകളോ SMS-കളോ ഒന്നും വരില്ല. ഇതൊരു ഡിവൈസ് ആയിട്ട് മാത്രം വർക്ക് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ചാർജ് ആകുന്നതാണ്. നമ്മുടെ എയർപ്ലെയിൻ മോഡ് ഇനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് വൈഫൈയോ ബ്ലൂടൂത്തോ ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ആ ഒരു സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ആകുന്നതാണ്. പിന്നെ എല്ലാ മൊബൈൽ ഫോണിലുള്ള ഒരു ഓപ്ഷനാണ് പവർ സേവിങ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഓപ്ഷൻസ് ഇനേബിൾ ചെയ്തുകൊണ്ടിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ വളരെ ഫാസ്റ്റായി ചാർജ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോണാണ്. ഈ ഐഫോണിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആയ സമയത്ത് 1500ഓളം രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ കേബിളിന്. ഞാനൊരു ലോക്കൽ കേബിൾ വാങ്ങിച്ചുകൊണ്ടാണ് ഐഫോൺ ചാർജ് ചെയ്തത്. പക്ഷേ ചാർജ് ആകുന്നുണ്ടായിരുന്നു, വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് ആയത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ആക്സസറീസ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ആ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന കേബിളുകളും ചാർജർ അഡാപ്റ്ററുകളും ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ആകുന്നതാണ്. നിലവാരം കൂടിയ കേബിളുകളും ചാർജറുകളും ഉപയോഗിക്കണം എന്നർത്ഥം. വേറൊരു കാര്യം, നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചാർജ് ആകണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുന്നതാണ്. പിന്നെ ഏതൊരു മൊബൈൽ ഫോണിനും ഒരു കവർ പ്രൊട്ടക്ഷൻ ഉണ്ടാകാം. ഈ കവർ പ്രൊട്ടക്ഷൻ ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ചാർജിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാമെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും അറിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ കാണുന്ന സുഹൃത്തുക്കൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.